എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ദിവസം 3 മുംബൈയിൽ വന്നിട്ട് അല്ലേ, 3-ാമത്തെ ദിവസമല്ലേ ഇന്ന് വരുന്നത്? 3-ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ സമാജത്തിൻ്റെ മനോജേട്ടൻ എല്ലാവരെയൊക്കെ കണ്ടു. നമ്മുടെ ഹോസ്റ്റാണ്, സുഹൃത്താണ്, സബ്സ്ക്രൈബറാണ് സനുബ്രോ. ഇന്ന് ആക്ച്വലി ചെറിയൊരു പരിപാടി നമ്മൾ ആളൊപ്പിച്ചിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ഫുൾ ഗ്യാങ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. മനോജ് ബ്രോ ഉണ്ട്, ഞങ്ങൾ വേറെ പേരാണ് വിളിക്കുക. 3 ദിവസം കൊണ്ട് പരിചയമായി. ഇപ്പൊ വേറൊരു ഇതാണ് വിളിക്കുക. ആളുടെ അനിയനുണ്ട്, അപ്പോൾ ബിച്ചു ബ്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട്, ഞങ്ങൾ 3 ആളല്ല, ഇവര് 3 പേരും കൂടിയിട്ട് ചെറിയൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞോ? നോക്കാം, ബാക്കി സ്ക്രീനിൽ വായോ, നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് മലയാളികളും അതുപോലെ തന്നെ അവിടെ വന്ന കുറച്ച് സൈക്ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയ ചിറ്റാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ നമ്മുടെ ഒരു പുതിയ ജേഴ്സി റിവീലിംഗ് ഉണ്ടായിരുന്നു. ആ ജേഴ്സി റിവീലും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ചെറിയൊരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 ദിവസം നിന്നെങ്കിലും ഭയങ്കര ബോണ്ടിങ് ആയിട്ടാണ് ഞങ്ങൾ 3 പേര് തമ്മിൽ. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു മുംബൈയിലത്തെ, നവി മുംബൈയിലത്തെ ദിവസം കേട്ടോ. Like yes, 16,000, 16,899. Yeah, it's a alloy bike and it comes with a pretty neat, good quality components also. We deliver Pan India. Huh? Yeah, I will deliver Pan India. So any contact number? Yeah, I'm sure. I'll share it with you. Yeah. സോ ഇതിൻ്റെ വില കേട്ടിട്ട് 50,000 രൂപയാണ് അവർ ഗസ് ചെയ്ത് കേട്ടാ. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഇതിന്, ഈ സൈക്കിളിന് ടോഡിൻ്റെ വണ്ടിക്ക് എത്ര രൂപ വരുന്നത്. സോ he guessed 50,000. Yeah, he guessed 50,000, but it actually price 16,899 rupees. Actually he want to like promote this bike, so that's why he gave the. Check the weight. Can I? Yeah, sure. Yeah, it's luggage with that. No, I got it. Yeah, it's 3 kgs front and 1 kg at this place. The bike comes with in between 15 kgs. That's it. അപ്പോൾ പ്രൈസ് ഗസ്സിങ് ആണ്ടാ. എല്ലാവരും 50,000 രൂപയ്ക്ക് ഇത് വില പറയുന്നത്, പക്ഷെ 50,000 അല്ല. ഞങ്ങൾ ജസ്റ്റ് ബ്രോംപ്ടൻ്റെ, എൻ്റെ പൊന്നെ, പരിപാടി കഴിഞ്ഞ് സെക്കൻഡ്സിനുള്ളിൽ സാധനം കഴിഞ്ഞു. ഓ അടിപൊളി. ലോക്ക് ചെയ്യണമെന്നുണ്ടോ അവിടെ? അടിപൊളി സാധനം. ബ്രോംപ്ടൺ സൈക്കിൾ ഗൈസ്, ബ്രൂക്സിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഇതല്ലേ, ഭയങ്കര ചെറിയൊരു ഫോൾഡിങ് സൈക്കിളാണ് ബ്രോംപ്ടന്റെ ഇത് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഒരു ദിവസം കാണാം, ഒരു ദിവസം രാത്രി വീട്ടിൽ കൂടാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ സനുബ്രോ എന്നെ 3 ദിവസം സഹിച്ചു. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നമുക്ക് നീ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റില്ല. അതെ, ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, മനസ്സിലായത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ചെറിയൊരു ഫുഡ് പോയ്സൺ അടിച്ചു, വോമിറ്റിങ്, തലചുറ്റി വീണു, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി 3 ദിവസം കഴിഞ്ഞ 3 ദിവസം. അപ്പോൾ നവി മുംബൈയുടെ വ്ളോഗ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി, അപ്പോൾ ആ സമയത്തൊക്കെ ഒരു താങ്ക് യു പറഞ്ഞാൽ തൃശ്ശൂർ വരുമ്പോൾ മീറ്റ് ചെയ്യാം. മറ്റേ കോമഡി ഞാൻ പഠിക്കണില്ല. തീർച്ചയായിട്ടും. ഓക്കെ, പുതിയ ബന്ധങ്ങൾ ഗൈസ് യാത്രയിൽ കിട്ടുന്നത്. ഓക്കെ, ശരി, ഞാൻ അപ്പോൾ നീങ്ങട്ടെ. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് പോണത് വീരാർ, ഈ സൈഡ് തന്നെയല്ലേ പോണത്, അങ്ങോട്ടാട്ടോ. അപ്പോൾ അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഓൾ ദി ബെസ്റ്റ്, സേഫ് റൈഡ്. താങ്ക് യു. നമ്മൾ പാം ബീച്ച് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ച് റോഡിലേക്കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നത്തെ ഇന്നലെ പറഞ്ഞില്ലേ ബൈക്കേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയില്ലേ, ഈ റൂട്ട് നല്ലൊരു റോഡാണ്, നല്ലൊരു സ്ട്രെച്ചാണ് കേട്ടോ അത്. അപ്പോൾ ഈ റൂട്ട് നേരെ പോയിക്കൊണ്ട് നമ്മൾ വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ആക്ച്വലി ഒരു കസിനുണ്ട്, എനിക്ക് കസിനുണ്ട്. ജോണങ്കളും ലിനിയാൻ്റെയും നമ്മുടെ മമ്മിയുടെ സൈഡ് റിലേറ്റീവ്സാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണത് കേട്ടോ. ഫുള്ള് റിക്കവറി ദിവസമാണ് ഗൈസ്. 1500 കിലോമീറ്റർ ചവിട്ടി ഉണ്ട്. ഇനിയിപ്പോൾ ഇന്ന് 72 ചവിട്ടി കഴിഞ്ഞാൽ ഇനിയും 2 ദിവസം അവിടെ ആയിരിക്കും കേട്ടോ, റെസ്റ്റ് എടുക്കലായിരിക്കും അവിടെ. മാക്സിമം ബോഡീനെ റിക്കവർ ആക്കുക, ബോഡിക്കൊരു പ്രശ്നമില്ലാണ്ടിരിക്കുക, അതാണ്. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എൻഡ് ഓഫ് ദ ഡേ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി
ഹെൽത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കും, ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പോവാണ് താനെ ടൗണൊക്കെ ലക്ഷ്യമാക്കി സ്ട്രെയിറ്റ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് താനെ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലാണ് കേട്ടോ. താനെ വെസ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ മുടി വെട്ടുന്ന കടകളുണ്ട് കേട്ടോ. അടുപ്പിച്ച് കുറേ കാണാം. മുടി വെട്ടൽ ഇവരുടെ ഒരു ഹോബിയാണ്. ഞാൻ കുറച്ച് നേരത്തെ ഈ സിറ്റിയിൽ തന്നെ ഒരു കരിക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ സിറ്റിയിൽ 70 രൂപ വാങ്ങിയിട്ടോ എൻ്റെ അടുത്തുനിന്ന്. 70 രൂപ ഒരു കരിക്കിന്. ഇവിടെ എത്തുമ്പോൾ വില കൂടുതലാണെന്ന് എന്താണെന്നറിയില്ല. ദൈവേ, ഹുണ്ടായുടെ പറഞ്ഞാൽ പോലീസ് വണ്ടിയോ എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടണമെന്ന് അറിയില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് പോയപ്പോൾ താനയിൽ തന്നെ ഇവിടെ തന്നെ അടുത്ത ജംഗ്ഷനിൽ 35 രൂപ എന്ന് എഴുതി വെച്ചോക്കണത് കണ്ടു കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. എന്നെ പറ്റിച്ചതാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ താനെ വെസ്റ്റ് എന്ന് പറഞ്ഞ സൈഡിലാണ് നിൽക്കുന്നത്. സിറ്റിയിലേക്ക് സെൻറ്ററിലല്ല, താനെ വെസ്റ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൗണിൽ കൂടെ ഉള്ള യാത്രയായിരുന്നു. കുറച്ച് നേരം ഹൈവേയിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ടൗണാണ് ഇത്, കുറച്ച് വലിയ ടൗണാണ് കേട്ടോ. നവി മുംബൈയുടെ ഭാഗമായിട്ട് പെടുന്നതാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. താനെ ഇതൊക്കെ ഇവിടെ 40 രൂപ കേട്ടോ. ഇവിടെ കരിക്കിന് 40 രൂപ. പക്ഷേ 70 രൂപ കുറച്ച് കൂടിപ്പോയി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നോക്കിയേ, മീനുണ്ട്, കത്തിയുണ്ട് കേട്ടോ. അത് കത്തില്ലേ, കക്ക അവിടെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ഫുള്ള് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് പരിപാടി അവർ അവസാനിപ്പിക്കും. ചെമ്മീനുണ്ടല്ലോ ഇവിടെ കുറേ ചെമ്മീനുണ്ട് എൻ്റെ പൊന്ന്. ഫുൾ പരിപാടി റോഡ് സൈഡിലാട്ടോ. ഹായ് ആ എല്ലാം നൈസ്. എല്ലാം റോഡ് സൈഡിലാണ് കേട്ടോ. അങ്ങനെ ഇന്ന സ്ഥലത്ത് മീൻ കച്ചവടം അങ്ങനെയില്ല. അടിപൊളിയാണ്. ആദ്യം ഞാൻ അതേ പത്രം വെക്കുന്നു. റൗണ്ട് അപ്പോൾ യൂ ടേൺ എടുക്കുന്ന സ്ഥലത്ത് നല്ല ഹാർട്ട് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മുടെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. എന്ത് രസം കാണാൻ വേണ്ടിയിട്ട്. ഫുൾ കളർഫുൾ സ്ഥലം പോലെ. താനെ നന്നായിട്ടുണ്ട്. അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗം തൂണുകൾ ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ട് കളർഫുൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കളർഫുൾ സിറ്റി എന്നൊക്കെ പേര് വരുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ മെയിൻ സിറ്റിയിലേക്ക് വന്നു കേട്ടോ. മെയിൻ റൗണ്ട് അബൌട്ടിലേക്ക് വന്നു. ഹൈവേ എല്ലാം തിരിഞ്ഞു പോണത്. ആ മേലക്കൂടെ പോണത് എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ. എക്സ്പ്രസ് ഹൈവേ ആണ് പോണത്. ഞാൻ ഇവിടെ ഒരു സംഭവം കണ്ടു കേട്ടോ. സിറ്റിയുടെ നടുക്ക് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നോക്കിയേ, ഫോഗ് കനോൺ മിസ്റ്റ് സ്പ്രേ മെഷീൻ കേട്ടോ. ലൈക്ക് ചൂടുള്ള സമയത്ത് ചൂടുകാലത്ത് വേനൽക്കാലത്ത് സാധനം കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്യണതില്ലേ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് കേട്ടോ, ന്യൂസിലോ മറ്റോ. അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവമുണ്ട്, വെള്ളം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ചൂട് വരുന്ന സ്ഥലമാണല്ലേ. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ വെക്കില്ലല്ലോ ഈ സാധനം. നടുവിലൊരു വെള്ളം ടാങ്കിയും അതുപോലെ തന്നെ മിസ്റ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡിൽ അങ്ങനെ എഴുതിയിരിക്കണം, മിസ്റ്റ് സ്പ്രേ മെഷീൻ. ഈ സൈഡിൽ നമ്മുടെ ഹൈവേയുടെ മെയിൻ സ്ഥലത്തിൻ്റെ ഒരു ഇത് വെച്ചിരിക്കണം. മഞ്ഞ ട്രയംഫിൻ്റെ പുതിയ വണ്ടി കേട്ടോ, മോഡൽ ട്രൈഡന്നോ അങ്ങനെ എന്തോ പറയില്ലേ. നമുക്ക് അങ്ങോട്ടാണ് പോകണ്ടേ, വണ്ടിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആ സൈഡാണ് പോകണ്ടേ കേട്ടോ. അത് നന്നായിട്ട് കേട്ടോ. മിസ്റ്റ് വേനൽക്കാലത്ത് വന്നാൽ മിസ്റ്റിൽ അത് കാണുന്നത് കാണാമായിരുന്നു. പയ്യെ ഹൈവേയിലേക്ക് കയറി തുടങ്ങി കേട്ടോ. ഹൈവേയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 കിലോമീറ്റർ ഉള്ളോ സംഭവം. 10-30 കിലോമീറ്റർ ഉള്ളെങ്കിലും ഭയങ്കര വെയിൽ കേട്ടോ. അപ്പോൾ ചെറുത് ഒരു സ്റ്റോപ്പ് എടുത്തതാണ്, പെട്രോൾ പമ്പിൽ സ്റ്റോപ്പ് എടുത്തു.
എൻ്റെ പൊന്നേ, ഇതിൽ ഇത്രയും ചെളി ഉണ്ടായിരുന്നോ? ഗ്ലൗസ് അങ്ങനെ കഴുകാറൊന്നുമില്ല ചേട്ടാ. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കഴുകി. നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് സൈക്കിൾ ആയ നമ്മുടെ ടോഡിൻ്റെ TD 850 ഇവിടെ പെട്രോൾ ബങ്കിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമലി ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന സാധനങ്ങൾ, ടയറ്, പഞ്ചറ്, അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ബൈക്കിൻ്റെ ഇതിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ സപ്പോർട്ടും ലൈക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ആൾക്കാരെ ഞാൻ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ, പ്രൈസ് ഗസ്സിങ് ചലഞ്ച് നമ്മൾ നടത്തിയത്. അവർ പറയണത് ഒരാൾ 25,000 പറഞ്ഞു, ഒരാൾ 50,000 രൂപ പറഞ്ഞു. ലൈക്ക് അതിൻ്റെ ഉള്ള ഒരു വെർത്ത് ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ലൈക്ക് 16,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു കിടിലൻ വണ്ടിയാണ് കിട്ടണത്. സോ വാങ്ങാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണേ നിയറസ്റ്റ് ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ താഴെ ഡയറക്റ്റ് ടോഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ആളുടെ നമ്പർ കൊടുക്കാം കേട്ടോ. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതാണ്. 12 മണിയായ സമയം, ടൗണിൽ നിന്ന് നീങ്ങി. അപ്പോൾ നമുക്കിവിടെ നിന്ന് പോകണം. ഇതൊരു മലയോര മേഖലയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഒരു മലയോര മേഖലയുടെ ഒരു പ്രതീതി. എൻ്റെ പൊന്നെ, എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴൂ. ആ ക്ലൈംബാട്ടോ, അടിപൊളി, നല്ല ക്ലൈംബോ. ഒരു മലയോര സൈഡിലേക്ക് വന്നു കേട്ടോ. ഈ ഒരു മല കഴിഞ്ഞാൽ ഒരു തോട്, ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീരാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മൾ യാത്ര ആരംഭിച്ചത് നവി മുംബൈയിലെ കാർഗർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാട്ടോ. ഹെവി സ്ഥലം കേട്ടോ, കുറച്ച് പാടുപെടും ഈ മലയോര മേഖല ഒന്ന് തീർക്കാൻ. കുഴപ്പമൊന്നുമില്ലല്ലോ, ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബഞ്ചിക്കോട് പുതിയതുമായി കെട്ടിയാലൊരു സമാധാനമുണ്ട്. എൻ്റെ മോനെ കസ്റ്റം സാധനം ഒരു ചോപ്പ ഹയ്യാബൂസ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നീർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കള്ള് പോലത്തെ ഒരു സാധനം കിട്ടും. കള്ളാണെന്നാണ് ഇവർ പറയണത്. പക്ഷേ സംഭവം കരിക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. 15 രൂപയാണ് വരുന്നത്. കിത്തന രൂപ ഭയ്യ एक ഗ്ലാസ്? ആ 15 രൂപ. ആ 15 രൂപ എത്ര രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രൂപ കേട്ടോ. 15 തോന്നുന്നുണ്ട്. അതെ 15 നടിയിൽ എഴുതിയിട്ടുണ്ട്. വാങ്ങി ട്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇങ്ങനൊരു സംഭവമുണ്ട്. മഹാരാഷ്ട്ര കയറിയപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കള്ളാണ്, കള്ളെന്നാണ് അവർ പറയണത്. പക്ഷേ ഇത് കുടിച്ച സനൂബ്രോ കാലത്ത് കണ്ടില്ല, ആൾ പറഞ്ഞത് കരിക്ക് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ വീര്യമൊന്നും ഇല്ലാത്ത സാധനം. ഞാൻ കുടിക്കണില്ല, കാട്ടിയെന്നാണ്. ഞാൻ ഒന്ന് ശ്വാസം വലിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ. ഇപ്പം നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കിടന്നു കേട്ടോ. വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു കാട് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കിടന്നു. ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത് കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര കാടാണ്. ആളൊക്കെ വരുന്നുണ്ടല്ലോ. സോ ഇത് കുറച്ച് ഫ്ലാറ്റാട്ടോ അവിടുത്തെ റോഡ്. ഹംപിന്ന് പൂനെ വരെ കുറച്ച് ടഫായിരുന്നു കേട്ടോ റൈഡ്. ഹംപിന്ന് പൂനെ, പിന്നെ പൂനെ മുംബൈ ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആക്ച്വലി മുംബൈയിൽ നിന്ന് ഓൾമോസ്റ്റ് ഗുജറാത്തിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു 10-20 കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി താമസിക്കുന്ന കസിൻ്റെ അവിടെ നിന്ന് 10-20 കിലോമീറ്റർ കൂടി ഉള്ളതെന്നാണ് എൻ്റെ അറിവ് കേട്ടോ, ഗുജറാത്ത് സ്റ്റേറ്റ് കയറാൻ. അപ്പോൾ നമ്മുടെ 5ാമത്തെ സംസ്ഥാനം കേരള ടു കാശ്മീർ സോളോ വിൻ്റർ എക്സ്പെഡീഷൻ ബൈക്ക് പാക്കിംഗ് അക്രോസ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു യാത്രയുടെ കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര കഴിഞ്ഞു നേരെ ഗുജറാത്തിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഫോറസ്റ്റ് ഒരു വനത്തിൻ്റെ നടുവിൽ റോട്ടിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഓ നല്ലൊരു ഇറക്കം കിട്ടിയല്ലോ.
നമ്മളിപ്പോൾ മല കയറി വന്നിട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. ഹോട്ടൽ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്ഥലം വരുന്നത്. വലിയൊരു റെസ്റ്റോറൻറ്റ് ആണിത്. ലൈക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഐസ്ക്രീം പാർലറും എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, റൂട്ടാണ് വരുന്നത്. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഉണ്ട്, അങ്ങോട്ടേക്ക് വരാം. ആ സൈഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മുംബൈ അന്തേരി ആ റൂട്ട് വരുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് മേലക്കൂടെ പോണത് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു എക്സ്പ്രസ് ഹൈവേ ആണ് മേലക്കൂടെ പോണത്. അതുപോലെ തന്നെ അങ്ങോട്ടേക്കില്ല കേട്ടോ, അങ്ങോട്ട് ഘാട്ടാണ്. ഒന്നിൽ ലെഫ്റ്റ് റൈറ്റ്. അതിൻ്റെ ഇവിടെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കേട്ടോ. കിടിലൻ സ്ഥലം. ഞാൻ കുറച്ച് നേരം കൃത്യം പറഞ്ഞാൽ 2 മണിക്കൂറോളമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഗുജറാത്ത് ആ സൈഡ് അങ്ങോട്ടേക്ക് കയറി പോവാം. അല്ലെങ്കിൽ ഇത് ബോംബെ അന്തേരി ആ സൈഡിലേക്കാണ്. നമുക്ക് വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമ്മുടെ കസിൻ്റെ അവിടെ ഇന്ന് പെരുന്നാളാണ്, അമ്പ് പെരുന്നാളാണ് ഗൈസ്. അപ്പോൾ 4:30 മുന്നേ എത്താണെങ്കിൽ അമ്പ് പെരുന്നാളും അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പ് പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട് നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ആ സമയത്ത് എത്തുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് 28 കിലോമീറ്റർ 30 കിലോമീറ്റർ അടുപ്പിച്ച കാട്ടണം കേട്ടോ. ഒരു 1.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഒരു അറബിക് ഹോട്ടലാണ് കേട്ടോ. അബുദാബിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒരു കല്യാണത്തിന് വന്നാൽ കേട്ടോ, കുറച്ച് അറബികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ ബൈക്കേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. So it's your club or just? വീര ബൈന്ദർ. ഓക്കെ അവരുടെ ക്ലബിൻ്റെ ഒരു റൈഡുണ്ട്, വീര ബൈന്ദർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. സോ നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. മോട്ടോർ സൈക്കിളുകളുടെ ഉള്ളിൽ ഒരു നമ്മുടെ ബൈക്ക് കേട്ടോ, ടോഡുട്ടൻ. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോ ഇപ്പോൾ സമയം 2:15. ഞാനിപ്പോൾ ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുക. 4:30 മുന്നേ അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. 80 രൂപ ഗൈസ്. 20 രൂപ കോണിന് കേട്ടോ. ഐസ്ക്രീമിന് കോണിന് സെപ്പറേറ്റ് കാശാണ്. അപ്പോൾ ഐസ്ക്രീം കഴിച്ച് ഞാനിപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഹോട്ടൽ ഫൗണ്ടെയിൻ എന്നാണ് ഞാൻ ആൻറ്റീനെ വിളിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യെ അടുത്ത സ്ഥലം നോക്കി പിടിക്കട്ടെ കേട്ടോ. വേണമെങ്കിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് അമ്പ് പെരുന്നാൾ കാണാമല്ലോ. ഇവിടുത്തെ മഹാരാഷ്ട്ര ഇവിടുത്തെ അമ്പ് പെരുന്നാൾ, നമ്മുടെ നാട്ടിലത്തെ അമ്പ് പെരുന്നാൾ വല്ല വ്യത്യാസം ഉണ്ടോ നോക്കാം, നോക്കി നോക്കാം. ക്യാമറ ഹേ? ആ ഓ ലൈവ് ഓവർ ലൈവ് ഗൈസ്. ഇവിടെ 2 പേര് വന്നിട്ട് നാരങ്ങവെള്ളം വാങ്ങിത്തരാന്ന് പറഞ്ഞു കേട്ടോ. നാരങ്ങവെള്ളം കുടിക്കാൻ വിചാരിച്ചു. रात में नहीं जा रहे, रात में नहीं चलाने का. हाँ नहीं रात में नहीं. नारंगी वेള്ളം. താങ്ക് യു. കൊള്ളാട്ടെ. എന്താ അങ്ങനെ കളറൊന്നും എനിക്കറിയില്ല. റോസ് ഓ കളർ ഇത് റോസ് കളർ है वो क्या है? डारा वो क्या डारा? കേരള में ഫുൾ വൈറ്റ്. ആ ഇവിടെ കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഞാൻ 2-3 വട്ടം ഇങ്ങനത്തെ വെള്ളം കുടിക്കുന്നു. പുഴക്കിലിറങ്ങാനുള്ള ഒരു ശോഭ സിറ്റി ഇല്ലേ? അങ്ങനെ തോന്നില്ല എനിക്ക്. പെട്ടെന്ന് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടാ ശോഭ സിറ്റി ഒക്കെ എത്തിയ പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടം, അതിൻ്റെ അപ്പുറത്ത് കുറേ ബിൽഡിങ്, ശോഭ സിറ്റി പോലെ. അപ്പോൾ നമ്മൾ ഈ വഴിയിലേക്ക് ഹൈവേന്ന് തിരിഞ്ഞു കിട്ടാ. ശിവന്മാർ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പ്രാന്താ. എൻ്റെ പൊന്നേ, ഈ നട്ടപ്പുറ വെയിലത്തെ ക്രിക്കറ്റ് കളിക്കണേ. ഓരോരോ ഭ്രാന്തുകൾ. ഓ സോറി, ആരാ പറയണമെന്ന് ഞാൻ ആലോചിച്ചില്ല. നമ്മൾ കേരള ടു കാശ്മീർ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഞാനത് അവരെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നണത് ഇനി ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററാണേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കവാടം ഉള്ളിലേക്ക് ചെല്ലാനാണ് ഗൂഗിൾ മാപ്പ് പറയണത്. ലൈവ് ലൊക്കേഷനിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തി. ഫുള്ള് ഫ്ലാറ്റുകളാണല്ലോ, കെട്ടിട സമുച്ചയങ്ങൾ, അങ്ങനെ തന്നെയാണോ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് 8 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉണ്ട്. ഒരു 10 കിലോമീറ്റർ 10 മിനിറ്റ് കൂടി ചവിട്ടാനുള്ളതുണ്ട്. ഇതെന്തൊരു സംഭവം? കൊള്ളാലോ. അമ്പ് പെരുന്നാളായ ആനയൊക്കെ ഉണ്ടല്ലോ അമ്പ് പെരുന്നാളിന്.
ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങളുടെ കസിൻ്റെ അവിടെ അമ്പ് പെരുന്നാളാന്ന്. തന്നെയാണോ? ആ അതെ, അമ്പ് പെരുന്നാളാട്ടോ. അമ്പ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളാന്നുണ്ട്. മോനെ അല്ലാട്ടോ, അമ്പ് പെരുന്നാളല്ല, അമ്പ് പെരുന്നാളല്ലാട്ടോ. വേറെന്തോ സംഭവമാണ്, അമ്പ് പെരുന്നാളല്ല. ഓക്കെ ഓക്കെ, ഒന്നും മനസ്സിലായില്ല കേട്ടോ. കൊള്ളാം, കുറേ ചേച്ചിമാർ കാണിച്ചു കളിക്കും. അമ്പ് പെരുന്നാളെന്നും പറഞ്ഞ് ചെന്നെങ്കിൽ അടി കിട്ടിയല്ലേ. അവിടെ എല്ലാവരും കൂടി പൊട്ടാൻ കറങ്ങുന്നത്. കൊള്ളാട്ടോ, അടിപൊളി. മഹാരാഷ്ട്രയിലെ ഓരോരോ ഇതുകൾ എനിക്ക് അതെന്താ ആഘോഷം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കതെന്താന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അവരെന്തോ ഇതെന്നാണ് പറഞ്ഞത്. ലൈക്ക് ഓൾ ഓവർ ഇന്ത്യ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയായിരുന്നു. ഇതെനിക്ക് പറഞ്ഞത് അവിടുത്തെ മാത്രം ഇതാണ് കേട്ടോ. ആ ചെണ്ട കൊട്ടും അവിടെ വെച്ചിട്ടാ കൊട്ടണം. നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമ്മുടെ അവിടെ ബാൻഡ് സെറ്റ് പിടിച്ച് നടന്ന് കൊട്ടല്ലേ ചെയ്യുക. ഇതങ്ങനെയല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, കാരണം 7 കിലോമീറ്റർ നമ്മുടെ കസിൻ്റെ അവിടേക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പള്ളിയുടെ റൂട്ടിൽ കൂടെ എനിക്ക് പോകണ്ടാവുക അമ്പ് പെരുന്നാളൊക്കെ ആവുന്നു കേട്ടോ. അതല്ല, അതറിയാവുന്നവർ താഴെ കമൻറ്റ്. ഓ റോഡ് മോശമാട്ടോ. റോഡ് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പൊടിയുടെ ബുദ്ധിമുട്ടുണ്ട്. വാവ്, നല്ല രസം. മാസ്ക് വലിച്ചിട്ടോ കേട്ടോ, നല്ല പൊടിയാണ്, അടിപൊളി. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക് ഉണ്ടാവില്ല. പൊന്നേ ചേട്ടാ, വണ്ടി ഈശോ, ഒടുക്കത്തെ ബ്ലോക്ക്. എൻ്റെ പൊന്നേ, 1 മിനിറ്റ് അയ്യോ. ഇവിടെ ഓട്ടോറിക്ഷയുടെ എന്തോ ഇതാണോ, നിറച്ച് ഓട്ടോറിക്ഷയാണല്ലോ. നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ പോണ്ടേ. എന്തായാലും കൊള്ളാം. ഇത്രയും ബ്ലോക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു അടി മുന്നോട്ട് വയ്ക്കാറില്ല. നോക്കി അറ്റം വരെ ഇപ്പൊ ഒരു സമാധാനമായിട്ട് അടിപൊളി. നോക്കിയേ, യൂ ടേൺ എടുക്കണത് എൻ്റെ പൊന്ന് എളുപ്പമല്ലാട്ടാ. മഹാരാഷ്ട്ര കൂടെ വണ്ടി ഓടിക്കാനും സൈക്കിൾ ഓടിക്കാനും ഇതന്നെയല്ല ഇനിയിപ്പോൾ വഴി. ആ എൻ്റെ അമ്മോ ഗൈസ്, ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് കൺഫേം ചെയ്യട്ടെ. ആ ഇപ്പോഴാ ശരിയായേ. ബ്ലോക്കോ, ഞാൻ അതിൽ കൂടെ വന്നേട്ടോ. ആ ഒരു ഏരിയയുടെ ഉള്ളിൽ കൂടെ വന്ന് 4 കിലോമീറ്റർ.
എൻ്റെ മോനെ, അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശിങ്കാരി മേളത്തിൻ്റെ അടുത്ത്. മേളം ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എല്ലാ മേളം ശിങ്കാരി മേളം പോലെ തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ അതൊരു ഇതായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ ആൻറ്റിയും അങ്കിളും ഇതിലുണ്ടെന്ന് പറഞ്ഞു, ഈ അമ്പിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്പിൻ്റെ കൂടെ നമ്മൾ പയ്യെ നീങ്ങണം കേട്ടോ. ഞാൻ സ്പോട്ട് ചെയ്തു, ഞാൻ ആൻറ്റീനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കില്ല ഇവരെ. അടിപൊളി. ഇതാണ് കേട്ടോ അമ്പ്, ബോംബെയിലെ അമ്പ്. കൊള്ളാം. അങ്ങനെ ഫൈനലി നമ്മൾ ആൻറ്റീനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരു ഹായ് പറഞ്ഞു. കൂടുതൽ നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടെ. ഞാനൊന്ന് സെറ്റിലാവട്ടെ. അമ്പ് പെരുന്നാളുടെ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ വേഗം വീടെത്താൻ നോക്കട്ടെ. ഇവിടുത്തെ ലിഫ്റ്റൊക്കെ ഇങ്ങനെയാട്ടോ, 2 ഡോറിൻ്റെ ലിഫ്റ്റാണ്. യെസ്, 5th ഫ്ലോർ. സൈക്കിൾ അടിയിൽ വെച്ചുവിടാ. എവിടെയാ എൻ്റെ പൊന്നെ, സമാധാനം. അടിപൊളി. അപ്പോൾ ശരിപ്പൂരുണ്ടേ? ഞാൻ പറയാൻ നിൽക്കായിരുന്നു. ക്വാണ്ടിറ്റി കുറയും തോറും ക്വാളിറ്റി കൂടും. ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കുറയും. ഞാൻ പെരുന്നാള്, കൊടകര പെരുന്നാള്, ഇരിഞ്ഞാലക്കുട പെരുന്നാള്, അങ്ങനെ കുറെ പരിപാടികൾ കളഞ്ഞിട്ടാണ് കാശ്മീർ ട്രിപ്പ് പോയത്. ഇവിടെ ഇപ്പൊ ഏകദേശം തീരുമാനമായി. അത് നികത്തി. ഞാൻ ആക്ച്വലി കുളിച്ച് ഫ്രഷ് ആയിട്ട് പെരുന്നാൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ലൈവ് ജോണങ്ങളെ ഹായ് പറഞ്ഞു. അപ്പോൾ ലിനിയാൻറ്റി ജോണങ്ങൾ ഇവരുടെ അവിടെ സ്റ്റേ ചെയ്യാനായിട്ടോ. ഇതെന്തായാലും ഗംഭീരായി. അതെ, കൊടുത്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് സ്ഥലത്തിന്റെ പേര് വീരാർ. വീരാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അവിടത്തെയാണ് ഇവിടുത്തെ അമ്പ് പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്പ് പെരുന്നാളല്ലേ? അമ്പ് പെരുന്നാൾ, അമ്പ് പെരുന്നാൾ കേട്ടോ. അമ്പ് പെരുന്നാൾ അത് എന്തായാലും അടിപൊളിയായി.
സ്റ്റേ ട്യൂൺ ഗൈസ്. കിഡിലൻ വ്ളോഗായിട്ട് നാളെ വരും. നാളെ നമ്മൾ ഇവരുടെ ജോണങ്ങളുടെ ചെറിയ ഫാം ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫിഷിൻ്റെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു 100-200 കിലോമീറ്റർ ഇവിടെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടിപൊളി കിഡിലൻ വ്ളോഗുകൾ വരുന്നുണ്ട്. ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. പ്രോസസ്സിങ്ങും അങ്ങനെ കുറേ പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. കാറും കൊണ്ടാട്ടോ, സൈക്കിളും കൊണ്ടല്ല. സോ നമുക്ക് കിഡിലൻ ബെഡും റൂമും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സെറ്റ് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കിടന്നുറങ്ങാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് സ്പെഷ്യൽ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.